അമേരിക്കയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ട് തിരിച്ചു പോകാൻ ഇറാനാകില്ല. പതുങ്ങിയിരുന്ന് വലിയൊരു ആക്രമണത്തിന് തയ്യാറാവുകയാണ് ഇറാൻ. അറബിക്കടലിലെ തിരമാലകൾക്ക് മുകളിൽ അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ കാവൽ നിൽക്കുമ്പോഴും അവരുടെ ഉറക്കം കെടുത്തുന്നത് ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. കഴിഞ്ഞ ദിവസം USS എബ്രഹാം ലിങ്കണ് സമീപമെത്തിയ ഷഹേദ് 139 ഡ്രോണിനെ അമേരിക്ക വെടിവെച്ചിട്ടുവെന്ന വാദമുയരുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നത് ഒന്നേ ഉള്ളൂ: ലോകത്തെ വൻ ശക്തികളെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഇറാന്റെ സൈനിക മുന്നേറ്റം. ദശകങ്ങളായി തുടർന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളെയും തരിപ്പണമാക്കി പൂർണ്ണമായും തദ്ദേശീയമായി ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ നിശബ്ദ പോരാളികൾ ഇന്ന് പശ്ചിമേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി ഇന്ന് ഈ ഡ്രോണുകൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുന്നു. ഇറാന്റെ ഡ്രോൺ ശക്തി ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഉയർന്നു വരുന്നത് ഷഹേദ് പരമ്പരയാണ്. ഷഹേദ് 136 പോലുള്ള ഡ്രോണുകൾ കാമിഗസ് അല്ലെങ്കിൽ വൺ വേ അറ്റാക്ക് ഡ്രോൺ എന്ന പേരിലാണ് ലോകം അറിയുന്നത്. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാനാവുന്നതും ദീർഘദൂരത്തേക്ക് പറക്കാനാവുന്നതും ഒരേ സമയം നിരവധി എണ്ണം വിന്യസിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ സാച്ചുറേഷൻ ആക്രമണത്തിലൂടെ തളർത്താനാവുന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. ഇറാനെ സംബന്ധിച്ച് ഇത് വളരെ വലിയ നേട്ടമാണ്. കാരണം അമേരിക്ക പോലുള്ള ശക്തികൾക്കുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും പോലെ വൻ ചിലവുള്ള ആയുധങ്ങളുമായി മത്സരിക്കേണ്ട സാഹചര്യം അവർക്കില്ല. പകരം കുറഞ്ഞ ചിലവിൽ ഉയർന്ന പ്രഭാവം സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു സാമ്പത്തികമായി ഉപരോധം നേരിടുന്ന രാജ്യത്തിന്റെ തന്ത്രപരമായ ബുദ്ധിമുട്ടില്ലാത്ത തീരുമാനമായി കണക്കാക്കാവുന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവാദമായ ഷഹേദ് 139 ഡ്രോണിന്റെ പ്രാധാന്യമുയരുന്നത്. മുൻ പതിപ്പുകളേക്കാൾ മെച്ചപ്പെട്ട ശ്രേണിയും ദൈർഘ്യമേറിയ പറക്കൽ ശേഷിയുമുള്ള മോഡലായാണ് ഷഹേദ് 139നെ വിലയിരുത്തുന്നത്. ഇത് നിരീക്ഷണത്തിനും ലക്ഷ്യനിർണയത്തിനും ഉപയോഗിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. അമേരിക്ക ഉദ്യോഗസ്ഥർ ഈ ഡ്രോൺ അപ്രതീക്ഷിതമായി സമീപിച്ചുവെന്നാണ് പറയുന്നത്. എന്നാൽ അറബിക്കടൽ പോലുള്ള മേഖലയിലെ അമേരിക്ക സൈനിക നീക്കങ്ങൾ തന്നെ ഇറാനെ സംബന്ധിച്ച് സ്ഥിരം ഭീഷണിയാണ്. ഒരു വിദേശ ശക്തിയുടെ വിമാനവാഹിനി കപ്പൽ ഇറാന്റെ അതിർത്തിക്ക് സമീപം സ്ഥിരമായി നിലനിൽക്കുമ്പോൾ അതിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായ പ്രതിരോധ തന്ത്രമാണ്. ഇത് ആക്രമണ ഉദ്ദേശ്യം എന്ന രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടും കാണാവുന്നതാണ്. ഇറാന്റെ UAV വികസനത്തിന്റെ മറ്റൊരു പ്രധാന അടയാളമാണ് ഷഹേദ് 129 പോലുള്ള വലിയ ഡ്രോണുകൾ. ഏകദേശം 24 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ദീർഘദൂര ശേഷിയുള്ള ഈ മോഡലുകൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടത്തരം ഉയരത്തിലുള്ള നിരീക്ഷണ ഡ്രോണുകളുമായി താരതമ്യപ്പെടുത്താവുന്ന തലത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത് അവർക്ക് വെറും ലോയിറ്ററിംഗ് ഡ്രോണുകൾ മാത്രമല്ല, സുസ്ഥിരമായ നിരീക്ഷണ ആക്രമണ ശേഷിയും കൈവശമുണ്ടെന്നാണ്. ഇറാന്റെ ഡ്രോൺ വികസനത്തെ പൂർണ്ണമായും നെഗറ്റീവായി ചിത്രീകരിക്കുന്ന സമീപനം യാഥാർത്ഥ്യങ്ങളെ മറികടക്കുന്നതാണ്. ഉപരോധങ്ങൾക്കിടയിലും സാങ്കേതിക നിയന്ത്രണങ്ങൾക്കിടയിലും ഇറാൻ സ്വയം വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന വാദം ശക്തമാണ്. പശ്ചിമേഷ്യയിൽ സ്ഥിരം ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമല്ല, മറിച്ച് അത് അവകാശപ്പെട്ട സ്വാഭാവിക നടപടി തന്നെയാണ്. അമേരിക്ക പോലുള്ള ശക്തികൾക്ക് അവരുടെ സൈനിക സാന്നിധ്യം കഴിയുമ്പോൾ ഇറാൻ പോലൊരു രാജ്യത്തിന് സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് നീതിയല്ലാത്ത അന്താരാഷ്ട്ര സമീപനമായി മാത്രമേ വിലയിരുത്താനാവൂ എന്നും പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.